നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. കൃപ നിറഞ്ഞ യേശു, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യവും അതിൻ്റെ 16-ാം വാക്യവും ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായിട്ട് കണ്ടു. അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിനെ കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുകയാണ്, വചനം ജഡമായി തീർന്നു. വചനം എന്നുള്ളത് വേദപുസ്തകത്തെ അല്ല കുറിക്കുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടു. സത്യത്തിൽ അത് തർജ്ജമ ചെയ്യേണ്ടത് വചനമായവൻ എന്നാണ്. കാരണം യോഹന്നാൻ സുവിശേഷം 1:1 വായിക്കുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, അവനെന്നാണ്, അതെന്നല്ല. അങ്ങനെയെങ്കിൽ ശരിയായി തർജ്ജമ ചെയ്യേണ്ടിയിരുന്നത് വചനമായവൻ എന്നാണ്. ലോഗോസ് എന്നുള്ളത് ദൈവത്തിൻ്റെ വെളിപ്പാടിനെ ആളത്തം കൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തെ വെളിപ്പെടുത്തുന്നവൻ, ദൈവത്തിൻ്റെ ആശയവിനിമയമായവൻ, ദൈവത്തിൻ്റെ വെളിപ്പാടായവൻ എന്നാണ് തർജ്ജമ ചെയ്യേണ്ടത്. ഇനി പരിശുദ്ധാത്മാവിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. പരിശുദ്ധാത്മാവ് എന്ന് കേൾക്കുമ്പോൾ അദൃശ്യമായ ഏതോ കാറ്റ് പോലെ അല്ലെങ്കിൽ വെളിച്ചം പോലെ അദൃശ്യമായ എന്തോ ഒന്ന്, ഒരു വസ്തു എന്നുള്ള നില, ഒരു ശക്തി എന്നുള്ള നിലയിലേക്ക് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് പറഞ്ഞതൊക്കെ പുല്ലിംഗത്തിലാണ്. അവൻ വന്ന് ലോകത്തിന് പാപത്തെക്കും നീതിയെക്കും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. ഞാൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ ഞാൻ അയക്കും. അവൻ വന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവനെന്നാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നല്ല തർജ്ജമ ചെയ്യപ്പെടേണ്ടത്, പരിശുദ്ധാത്മാവായവൻ അല്ലെങ്കിൽ ആത്മാവായവൻ എന്നാണ്. തമിഴിൽ ശരിയാണ് അവിയാനവർ എന്നാണ്. അപ്പോൾ മലയാള തർജ്ജമയിൽ അങ്ങനെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ യോഹന്നാൻ 1:14 നമ്മൾ വായിച്ചത് വചനം ജഡമായി തീർന്ന്, അതായത് വചനമായവൻ ജഡം ധരിച്ചു. വചനമായവൻ അദൃശ്യനായിട്ട് ഈ ലോകത്തിൽ ഉണ്ടായിരുന്നു. താൻ സർവ്വവ്യാപി ആയതുകൊണ്ട് ഇസ്രായേലിനെ എന്തിന് ആദാം കണ്ടത് യേശുവിനെയാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. മടിയിലിരിക്കുക എന്ന് പറഞ്ഞാൽ കൂടെ ഇരിക്കുക എന്നാണ്. അബ്രഹാമിൻ്റെ മടി എന്ന് പറഞ്ഞാൽ അബ്രഹാമിനോട് കൂടെ പന്തിയിൽ എന്നേ ഉള്ളൂ. ഇവിടെ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിരിക്കുന്ന ഏകജാതനായ പുത്രനാണ് അവനെ വെളിപ്പെടുത്തിയത്. അപ്പോൾ ദൈവത്തിൻ്റെ വെളിപ്പാടായവനാണ് കർത്താവായ യേശുക്രിസ്തു. അവൻ അദൃശ്യനായ ലോകത്തുണ്ടായിരുന്നു. ആദാം കണ്ടത് യേശുവിൻ്റെ പ്രത്യക്ഷതയാണ്. അതുപോലെ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് തുടങ്ങിയ പൂർവ്വപിതാക്കന്മാരൊക്കെ ദൈവത്തെ കണ്ടു എന്ന് പറയുന്നത് യേശുവിൻ്റെ കാര്യമാണ്. അതുപോലെ മോശയ്ക്ക് മുൾപ്പറമ്പ് പ്രത്യക്ഷനായത് യേശു ആണെന്ന് വാക്യമുണ്ട്. മരുഭൂമിയിൽ ഇസ്രായേലിനോട് കൂടെ ഇരുന്നത് സത്യത്തിൽ യേശു ആയിരുന്നു എന്ന് വാക്യമുണ്ട്. യെശയ്യാവ് ഒരു ദർശനം കണ്ടു. ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ട്, ദൂതന്മാർ ആരാധിക്കുന്നതായിട്ട്. യോഹന്നാൻ സുവിശേഷം 12 യെശയ്യാവ് എൻ്റെ തേജസ് അല്ലെങ്കിൽ അവൻ്റെ തേജസ്, യേശുവിൻ്റെ തേജസ്സാണ് കണ്ടത് എന്ന് ഉണ്ട്. സകല പ്രവാചകന്മാരും കണ്ടിട്ടുണ്ടെങ്കിൽ അത് യേശുവിനെയാണ്. പഴയ നിയമത്തിൽ ദൈവദർശനം ലഭിച്ച ഒരുപാട് ആളുകളുണ്ട്. ഗിദെയോനുണ്ട്, അതുപോലെ മനോഹയുണ്ട്, അങ്ങനെ ധാരാളം പേരുണ്ട്. അതെല്ലാം യേശു ആയിരുന്നു. കാരണം നമ്മൾ യോഹന്നാൻ സുവിശേഷം 1 വായിച്ച അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവനെ അറിഞ്ഞില്ല. യേശുവാണ് പഴയ നിയമകാലത്ത് ദൈവജനത്തോടു കൂടെ ഇരുന്നത് അദൃശ്യനായിട്ട്. എന്നാൽ ആ അദൃശ്യനായി ദൈവത്തെ വെളിപ്പെടുത്തിയ വചനമായവനായ കർത്താവ് ജഡം ധരിക്കാനിടയായി. അതെന്തിനാണ്? ശരീരം സ്വീകരിച്ചത്
മനുഷ്യന്റെ നരകം, വേദന, ശിക്ഷ ഏറ്റെടുക്കാൻ. ആദാം ശരീരത്തിലാണ് പാപം ചെയ്തത്. അതുകൊണ്ട് യേശു ശരീരം ധരിച്ച്, അല്ലെങ്കിൽ ദൈവം ഒരു ശരീരം സ്വീകരിച്ച് വന്ന ആ ശിക്ഷ ഏറ്റെങ്കിൽ മാത്രമേ അതിന് പ്രതിപകരം ആകുമായിരുന്നുള്ളൂ. മാത്രവുമല്ല, ദൈവത്തിൻ്റെ സ്നേഹത്തെയും അതുപോലെ ദൈവത്തിൻ്റെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും ഒക്കെ വെളിപ്പെടുത്തുവാൻ മനുഷ്യനാകേണ്ടത് ആവശ്യമായി. യേശുവിൻ്റെ ബേത്ലഹേം മുതലുള്ള ജീവിതം തീർച്ചയായിട്ടും അത് നമുക്ക് മാതൃകയാണ്. പട്ടിണിയിലും പൈതാഹത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെ തെറ്റിപ്പോകാതെ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട്, പിതാവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് യേശു ജീവിച്ചു. നമുക്ക് തൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ യേശു ഒരു മാതൃക വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ യേശു മനുഷ്യ ശരീരം സ്വീകരിച്ചത് മനുഷ്യൻ്റെ നരകം അനുഭവിക്കാനും, പിന്നെ യേശുവിനെ കൈക്കൊള്ളുന്ന ആളുകൾക്ക് മാതൃകയായിട്ട് ഒരു ജീവിതം കാഴ്ചവെക്കുവാനും ആയിരുന്നു. വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തുവെന്നാണ്. യേശു കൃപയും സത്യവും നിറഞ്ഞവനാണ്. സത്യം എന്ന് പറയുന്നത് ദൈവവചനത്തെയാണ്, ദൈവവചനത്തിൻ്റെ ശരിയായ വ്യാഖ്യാനത്തെയാണ് സത്യം എന്ന് പറയുന്നത്. എന്നാൽ കൃപയെന്ന് പറയുന്നത് അതനുസരിക്കാനുള്ള ശക്തിയാണ്. പൗലോസിനോട് കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. അപ്പോൾ യേശുക്രിസ്തു കൃപയും സത്യവും നിറഞ്ഞവനായി നമുക്ക് മാതൃകയായി ജീവിച്ച് കാണിച്ചു തന്നു. ആ യേശുവിൽ ആശ്രയിക്കുന്ന ആളുകളുടെ അനുഭവമാണ് 16-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. തൊട്ട് താഴെ വായിക്കുന്നുണ്ട്, ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. അപ്പം മോശ ഇസ്രായേൽ മക്കൾക്ക് ന്യായപ്രമാണം നൽകി, പക്ഷെ അത് പൂർണ്ണമായി ആചരിക്കാൻ അവർക്ക് സാധിച്ചില്ല. യേശുക്രിസ്തു അതിൻ്റെ ശരിയായ വ്യാഖ്യാനം, സത്യം, വചനത്തിൻ്റെ ശരിയായ വ്യാഖ്യാനം കൊണ്ടുവന്നു. സ്ത്രീയെ മുഖത്തോട് നോക്കിയാൽ വ്യഭിചാരം, നിന്നെ ആഗ്രഹിച്ചാൽ മോഷണം, കോപിച്ചാൽ കൊലപാതകം, ഇതൊക്കെയാണ് യേശു പറഞ്ഞത്. അതതിൻ്റെ ശരിയായ വ്യാഖ്യാനമാണ്, അതാണ് സത്യം. യേശുക്രിസ്തു ആ ന്യായപ്രമാണത്തെ കുറെ കൂടെ കട്ടിയായി അവതരിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അതനുസരിക്കാൻ ഉള്ള കൃപ അല്ലെങ്കിൽ ശക്തിയും കൂടെ യേശു കൊണ്ടുവന്നു. അതാണ് യേശു മോശയെ പോലെ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ പോലെ കുറേ അക്ഷരങ്ങൾ, കുറച്ച് ഉപദേശങ്ങൾ നൽകുക മാത്രമായിരുന്നില്ല ചെയ്തത്. മറിച്ച് യേശുവിനെ ആശ്രയിക്കുന്ന, ശരണപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും ശരിയായ വേദപുസ്തക വ്യാഖ്യാനം നൽകുകയും അതനുസരിക്കാനുള്ള ശക്തി അല്ലെങ്കിൽ കൃപ നൽകുകയും ചെയ്യുന്നവനാണ് എന്നാണ് നാം ഇവിടെ കണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏതൊരു വിദ്യാവിഹീനനും ഏത് രാജ്യത്തുള്ള ഏത് ഒരാൾക്കും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാം. തീർച്ചയായിട്ടും യേശു ദൈവവചനം, വചന സത്യങ്ങൾ അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുകയും അതനുസരിക്കാൻ വേണ്ട ശക്തി, കൃപ, സഹായം അവർക്ക് നൽകുകയും ചെയ്യും. അതാണ് സുവിശേഷത്തിൻ്റെ പ്രത്യേകത. സുവിശേഷം കുറേ ഉപദേശങ്ങൾ, കുറേ ആചാരങ്ങൾ, കുറേ അനുഷ്ഠാനങ്ങൾ മനുഷ്യൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയല്ല, മറിച്ച് ദൈവത്തിൻ്റെ വചനം ശരിയായി അനുസരിക്കാൻ വേണ്ട ആ ശക്തിയും കൃപയും സഹായവും തത്സമയത്ത് മനുഷ്യൻ നൽകുന്ന മാർഗമാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.